രാധാകൃഷ്ണൻ്റെ 70ാം പിറന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന അമ്പലപ്പുഴയിൽ നടക്കുന്ന രണ്ടാമത്തെ ചടങ്ങാണ്. ആ ചടങ്ങിൽ സംബന്ധിക്കാനും സംസാരിക്കാനുമായി ഇവിടെ എത്തിയിരിക്കുന്ന രാധാകൃഷ്ണനോടൊപ്പം ഇരിക്കുന്ന ഇന്ന് ഫോക്കസിനോട് കൈചേർന്നുകൊണ്ട് ഇതിനുള്ള എല്ലാ സപ്പോർട്ടും ചെയ്ത മിസ്റ്റർ മാധു തുടങ്ങി ഇവിടുത്തെ സാമുദായിക സാംസ്കാരിക രംഗങ്ങളിലെല്ലാം പ്രശസ്തരായ വേദിയിലിരിക്കുന്ന എൻ്റെ പരിചിതരും സുഹൃത്തുക്കളുമായ നിങ്ങൾക്കും സദസ്സിലിരിക്കുന്ന എല്ലാ മുഖങ്ങളും എനിക്ക് വളരെ പരിചിതമാണ്. നിങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ദേവരാജൻ ഇവിടെ പറഞ്ഞത് രാധാകൃഷ്ണൻ ഈ നാടിന് വേണ്ടി എന്തൊക്കെ ചെയ്തു, ഫോക്കസ് ത്രൂ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു. രാധാകൃഷ്ണൻ പ്രതിനിധാനം ചെയ്യുന്ന മറ്റ് 24 ചില്ലുവാനം സംഘടനകളുടെ ചെയർമാനാണെന്ന് ഞാൻ ഇന്നിപ്പോൾ അറിയുന്നു. ഏതായാലും രാധാകൃഷ്ണൻ ഇല്ലാതെ അമ്പലപ്പുഴയില്ല. അമ്പലപ്പുഴയിൽ രാധാകൃഷ്ണൻ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണനെ പോലെ പ്രാധാന്യമുള്ളവർ. അതൊരിക്കൽ ജയകുമാർ സാർ പറഞ്ഞതുപോലെ അമ്പലപ്പുഴയിൽ 2 രാധാകൃഷ്ണന്മാരാണുള്ളത്. ഒന്ന് അമ്പലപ്പുഴ കൃഷ്ണൻ, ഒന്ന് സി രാധാകൃഷ്ണൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സി രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ രാധാകൃഷ്ണനെ കാണുക. സി എന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് കാണുക എന്നാണ്. അപ്പൊ എങ്ങനെയാണെന്ന് അറിയില്ല, കറങ്ങി തിരിഞ്ഞ് രാധാകൃഷ്ണൻ ഈ സി രാധാകൃഷ്ണൻ എന്നുള്ള പേര് വന്നിട്ട് ആദ്യം മലങ്കോവ് രാധാകൃഷ്ണനാണ് കേട്ടുണ്ട്. അപ്പൊ എനിക്ക് ഒരു 8 വയസ്സുള്ള സമയത്ത് ഞാൻ ഈ അമ്പലത്തിലൊക്കെ തൊഴാൻ വരുന്ന സമയത്ത് നീ ആ മലങ്കോവ് രാധാകൃഷ്ണന്റെ ഫ്രണ്ടിൽ അന്നിവിടെ ഒരു ജപ്പാന്റെ ചായക്കടയാണ്, ജപ്പാൻ, എൻ്റെ ഓർമ്മയിൽ നിന്ന് ഞാൻ പറയാം, ഇപ്പുറത്താണ്. അപ്പൊ അവിടുത്തെ ഉഴുന്ന് വട ഭയങ്കര ടേസ്റ്റ്. അത് ഞാൻ കഴിക്കുന്ന അമ്പലപ്പുഴ ഉത്സവത്തിന് അച്ഛൻ്റെ കൂടെ വന്നിട്ട് ഞങ്ങൾ ഈ ഉത്സവം കണ്ട് ഇവിടെ നീയും ബലൂണും കപ്പലണ്ടൊക്കെ വാങ്ങിച്ചത് ജപ്പാൻ്റെ ഇവിടെ അവിടെ ചെന്നിട്ട് ഒരു ഉഴുന്ന് വട ഒരു ചായ വാങ്ങിച്ചത്. അങ്ങനെയാണ് നമ്മൾ പുറത്തുനിന്ന് ഒരു ആഹാരം കഴിക്കുന്നത് ആ പ്രായത്തിൽ. അപ്പൊ പിന്നെ നമ്മൾ അച്ഛനോട് പറയും, അവിടുത്തെ ഒരു വഴുന്നോട് നീ അവിടുത്തെ നിന്ന് മലങ്കോവ് രാധാകൃഷ്ണൻ വീടുണ്ട്, അത് ചോദിച്ചാൽ പറഞ്ഞിരുന്നു, അതിൻ്റെ ഇപ്പുറത്തെ കരയാണ്, അവിടെ നിന്ന് കയറി പാഴ്സൽ വാങ്ങിച്ചിട്ട് അങ്ങനെ 2-3 വടയൊക്കെയാണ് നമ്മൾ ചിലപ്പോൾ വീട്ടിൽ വാങ്ങിച്ചിട്ട് പോയി കഴിച്ചിട്ടുള്ള ഒരു ഓർമ്മ എനിക്കുണ്ട്. അപ്പൊ ഞാൻ അന്വേഷിച്ചു. അപ്പൊ ഞാൻ എൻ്റെ അച്ഛനോട് ഈ മലങ്കോവ് രാധാകൃഷ്ണൻ എന്നെങ്ങനെയാണ് വിളിക്കുന്നത്. ഞാൻ വിചാരിച്ചു മലങ്കോവ് എന്ന് പറയുന്നത് വീട്ടുപേരായിരിക്കും. അപ്പോ ഇത് ഞാൻ ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ എൻ്റെ മൊബൈലിൽ നോക്കിയിരുന്നത് MCR എന്നാണ് രാധാകൃഷ്ണന്റെ പേരിട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ മലങ്കോവ് ചെല്ലപ്പൻപിള്ള രാധാകൃഷ്ണൻ. ഇത് കണ്ടവല്ല, എന്നെ ഓപ്പൺ നിങ്ങൾക്ക് എൻ്റെ മൊബൈലിൽ നോക്കിയാൽ കാണാം. സി രാധാകൃഷ്ണൻ വിട്ടിട്ടില്ല, ഒന്നും വിട്ടിട്ടില്ല. MCR എന്നാണ് എൻ്റെ മൊബൈൽ പുള്ളിയുടെ പേര്, അദ്ദേഹത്തിന്റെ പേര് എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ അന്വേഷിച്ചു എന്താണ് ഈ മലങ്കോവ് എന്നുള്ള പേര്. അപ്പൊ വീട്ടുപേരല്ല എന്ന് പിന്നെ എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ആലോചിച്ചു. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്ക് പിടികിട്ടി, ഇത് ചെല്ലപ്പൻ ചേട്ടന്റെ ഔദ്യോഗികമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ മലങ്കോവിനെ തുല്യമായി അമ്പലപ്പുഴയിൽ കണ്ട ആളാണ് ചെല്ലപ്പൻപിള്ള. അങ്ങനെയാണ് ചെല്ലപ്പൻപിള്ള ചേട്ടനി മലങ്കോവ് ചെല്ലപ്പൻപിള്ള എന്നുള്ള പേര് വന്നത്. അതിൻ്റെ പിൻഗാമിയായിട്ടാണ് ഈ സി രാധാകൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി അമ്പലപ്പുഴയിൽ ജനിക്കുന്നത്. ഈ നാട്ടുകാർക്ക് വേണ്ടി രാധാകൃഷ്ണൻ എന്തെങ്കിലും ചെയ്തെന്നൊന്നും എനിക്കറിയത്തില്ല, അതൊന്നും എൻ്റെ പ്രശ്നമല്ല. ഞാൻ ഇപ്പോൾ ഒരു ബിസിനസ്സുകാരനാണ്, ഞാൻ ചിന്തിക്കെല്ലാം ബിസിനസ് പരമായി. അപ്പൊ എനിക്ക് എവിടെയാണ് 10 പൈസയുടെ ഗുണമുണ്ടാകുന്നത്, ഞാൻ ആ വഴി പോകും. അങ്ങനെ പോയ വഴിയാണ് ഈ രാധാകൃഷ്ണനെ എൻ്റെ കയ്യിൽ കിട്ടുന്നത്. എനിക്ക് അമ്പലപ്പുഴയിൽ നിൽക്കണമെങ്കിൽ എങ്ങനെ പോയാൽ നിൽക്കാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പൊ എനിക്കൊരു ചെറിയ വീട്, ഒരു ഭാര്യയും 2 മക്കളും ഉണ്ടായിരുന്ന കാലത്ത് എനിക്ക് സി രാധാകൃഷ്ണൻ ആവശ്യമില്ല. എന്നെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ എൻ്റെ അമിതമായ ബലി ചോദിച്ചു വരാനോ അല്ലെങ്കിൽ എന്നോട് ചെങ്ങാത്തം കൊണ്ടനോ ആരും വന്നിരുന്നില്ല. എൻ്റെ മൂത്ത മോളുടെ കല്യാണം മറ്റേ ആ സ്ഥലത്തിന്റെ പേരെന്താണ്, നെടുമുടി മങ്കുപ്പിന്റെ ചങ്ങനാശ്ശേരി വെച്ച് നടക്കുന്ന സമയത്താണ്. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി, എന്നെ സംരക്ഷിക്കാൻ ഒരാളിവിടെ ഇല്ലെങ്കിൽ എൻ്റെ കാര്യം കട്ടപ്പോകയാകും. അന്ന് ഞാൻ രാധാകൃഷ്ണൻ എൻ്റെ മൂത്ത മോളുടെ കല്യാണത്തിന് വന്നിട്ടുണ്ട്. അപ്പൊ രാധാകൃഷ്ണനോട് എനിക്ക് അമിതമായ സ്നേഹമോ അടുപ്പമോ ഒന്നും ഇല്ലാത്തൊരു കാലഘട്ടം. അപ്പൊ ഞാൻ രാധാകൃഷ്ണനെ അന്ന് എനിക്ക് രാധാകൃഷ്ണൻ ചെയ്തു തന്ന പല കാര്യങ്ങളും വെച്ചിട്ട് ഞാൻ രാധാകൃഷ്ണനെ തമ്മിൽ അടുത്തു. ആ അടുപ്പം ഇന്ന് ഈ നിമിഷം വരെയും എൻ്റെ ഒരു ജ്യേഷ്ഠ സഹോദരന് കാണിക്കുന്ന എല്ലാ ബഹുമാനത്തോടും സ്നേഹത്തോടും ഞാൻ പിന്തുടരുന്നു. ഇതിൽ പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട്, രാധാകൃഷ്ണനെ എങ്ങനെ ഇങ്ങനെ മാനേജ് ചെയ്ത് പോകുന്നു. അപ്പൊ രാധാകൃഷ്ണനെ ഞാൻ അറിയേണ്ട ഗതികേട് എനിക്ക് ഇതുവരെ വന്നിട്ടില്ല, രാധാകൃഷ്ണൻ എന്നെയാണ് മാനേജ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അതിന് കൊടുത്ത ആൻസർ ഞാൻ രാധാകൃഷ്ണനോട് പറഞ്ഞു, രാധാകൃഷ്ണന് പാരയാ നാട്ടിൽ ഒത്തിരി ആൾക്കാർ.
ഞാനും രാധാകൃഷ്ണനും തമ്മിലുള്ള ബന്ധം എങ്ങനെയെങ്കിലും ഒന്ന് തെറ്റിക്കിട്ടണം എന്ന് വിചാരിക്കുന്ന ഒത്തിരി ആൾക്കാർ ഈ രാജ്യത്തുണ്ട്, ഈ അമ്പലപ്പുഴയിലുണ്ട്. നിങ്ങളാരെങ്കിലും അതിനകത്തുണ്ടോന്ന് എനിക്കറിയില്ല, ഉണ്ടെങ്കിലും ഞാൻ പറയത്തില്ല. എന്തുവായിക്കോട്ടെ. അപ്പോ രാധാകൃഷ്ണൻ ഞാൻ പറഞ്ഞ രാജേട്ടൻ ഇങ്ങനെ ആൾക്കാരോട് ചോദിക്കുന്നത്, രാധാകൃഷ്ണനെ എങ്ങനെ മാനേജ് ചെയ്തു? ഞാൻ മാനേജ് ചെയ്തിട്ടുള്ള ആൾക്കാരിൽ ഏറ്റവും എനിക്ക് ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാളെന്ന് പറയുന്നത് രാധാകൃഷ്ണനാണ്. ഇത് മനസ്സിൽ തട്ടി ഒരു കളങ്കവും ഇല്ലാതെ വളരെ വ്യക്തമായി ആത്മാർത്ഥമായി പറയുന്ന വാക്കുകളാണ്. അത് രാത്രി 12 മണിക്ക് നല്ല കൂർക്കമടിച്ച് തുടങ്ങുന്ന സമയത്ത് എന്നെ തട്ടി ചോദിച്ചാലും ഞാൻ പറയും, ശ്രീ രാധാകൃഷ്ണൻ എൻ്റെ സഹോദര തുല്യനാണ്. എനിക്ക് രാധാകൃഷ്ണൻ്റെ ചില കാര്യങ്ങളൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ട്, അത് ഞാൻ വെട്ടിത്തുറന്ന് പറയാറുണ്ട്. ഒരു പരിധിവരെ ഇപ്പൊ അത് അംഗീകരിച്ചു തുടങ്ങിയിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ രാധാകൃഷ്ണന് ചില പിടിവാശികളും ദുർവാശികളും ഉണ്ട്. അതൊഴിച്ചാൽ ഈ സാധനം ഒരു പളുങ്കാണ്, ഇതൊരു മുത്താണ്, ഇത് അമ്പലപ്പുഴയുടെ ധാര. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറയുന്നത്, സി രാധാകൃഷ്ണൻ, രാധാകൃഷ്ണനെ കണ്ടുപിടിക്കൂ, രാധാകൃഷ്ണനാകാൻ ശ്രമിക്കൂ. പൊക്കത്തിലല്ല, വാചകടിയിലുമല്ല. ആ മനസ്സിനെയാണ് നമ്മൾ കാണുന്നത്. ഏത് പ്രശ്നം നാട്ടിലുണ്ടെങ്കിലും ഞാൻ രാജനെ പണി നോക്കി, ഇത് മനുഷ്യന് താങ്ങാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പൊ പറയും, നീ ഒന്നുകൂടെ ആലോചിച്ച് നോക്കും, നീ ഇന്നത്തെ ഈ ദേഷ്യത്തിൽ ഇത് പറയണ്ട. പക്ഷെ വേറെ കാര്യം, എന്നെ നീ ഒന്നും ഇടാന്ന് ഒന്നും വിളിച്ചിട്ടില്ല, അവന് വേറെ രസം. അതിനുള്ള എല്ലാ സാധനവും ഉണ്ടെങ്കിൽ തന്നെയും ഹരി അത് ആലോചിച്ചു, ഹരിക്കുട്ടൻ അത് ആലോചിച്ച് നോക്ക്, ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യും. നാളെ പറയരുത് ഞാൻ അറിയിച്ചില്ല അതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇത് ഇന്ന് ഈ നാട്ടിലുള്ള 100,000 പേരെ എടുത്താൽ അതിന് രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക രംഗങ്ങളിലുള്ള പ്രഗത്ഭന്മാരുൾപ്പെടെ ഞാൻ പറയുന്നു, അവർക്കില്ലാത്ത ഒരു ക്വാളിറ്റിയാണ്. വ്യക്തിപരമായ ഒരു കാര്യത്തിന് ഇന്നുവരെ രാധാകൃഷ്ണൻ എന്നെ സമീപിച്ചിട്ടില്ല. രാധാകൃഷ്ണന്റെ സ്വന്തം കാര്യത്തിനോ പിള്ളേരുടെ കാര്യത്തിനോ രാധാകൃഷ്ണൻ എന്നെ സമീപിച്ചിട്ടില്ല. അതാണ് രാധാകൃഷ്ണന്റെ ക്വാളിറ്റി. ഞാൻ ഈ അമ്പലത്തിൽ പോയി വരുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളെയല്ല. ഞാൻ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും സമൃദ്ധമായ ജീവിതത്തിന് വേണ്ടി മാത്രമേ ഞാൻ ഇന്നുവരെ പ്രാർത്ഥിച്ചുള്ളൂ. എനിക്ക് അതിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ട ആവശ്യമില്ല, അത് അറിഞ്ഞ് ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ 6-7 കൊല്ലമായി, ഞാൻ പറയുന്നത് ബോറടിക്കുന്നുണ്ടോ? ഇല്ലല്ലോ, ഉണ്ടെങ്കിൽ ശരി കേൾക്കാം. അപ്പോൾ ഒരു 6-7 വർഷങ്ങളായി എൻ്റെ ജീവിതത്തിൽ ഈ നാട്ടിൽ എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം സി രാധാകൃഷ്ണൻ എനിക്ക് ഉണ്ടാക്കി തന്ന നേട്ടങ്ങളാണ്. അതുകൊണ്ട് തന്നെ അഹങ്കാരത്തോടുകൂടി, ഒച്ചയോടുകൂടി, ഒച്ച ഉയർത്തി ആരെന്ത് ചോദിച്ചാലും സമാധാനം കൊടുക്കുന്ന പ്രിപ്പറേഷനോടുകൂടി ഇന്ന് എനിക്കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നത്. ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയുന്നതാണ്. ഞാൻ രാജേട്ടൻ ഭാഗ്യവാന്. അറ്റ്ലീസ്റ്റ് രാധാകൃഷ്ണൻ എന്താന്ന് രാധാകൃഷ്ണനെ കുറിച്ച് നാട്ടുകാർ പറയാൻ പോകുന്നതെന്ന് മരിക്കുന്നതിന് മുമ്പ് കേൾക്കാണ്ടൊരു ഭാഗ്യം രാധാകൃഷ്ണനുണ്ട്. നമുക്കാർക്കും അതില്ല. ആ കാര്യത്തിൽ എനിക്ക് രാധാകൃഷ്ണന്റെ അസൂയുണ്ട്. കാര്യം, നാളെ ഒരു സമയത്ത് നമ്മളിവിടുന്ന് വിടയൊക്കെ പറഞ്ഞു പോകുന്ന ഒരു കാലഘട്ടത്തിൽ അനുശോചന സമ്മേളനം നടത്തും. അന്ന് രാധാകൃഷ്ണനെ പോലെ എന്നെ പോലെ ജീവിച്ചിരുന്ന ഒരാൾ വേറെ കാണുകയില്ല, ഒരു ദിവസം മാത്രം. അന്ന് മാത്രം ആൾക്കാരുടെ വായി വരുന്നത് കേട്ടാൽ അതിനു മുമ്പ് ഒരാളിനെ കുറിച്ച് ഇവിടുത്തെ ഒരാളും നല്ലത് പറയൂല, നല്ലത് ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുകയില്ല, അംഗീകരിക്കുകയില്ല.